ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വിഷു മേക്കപ്പ് ലുക്ക് ആയാലോ? നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. ഫേസിൽ മുടി വീഴാണ്ടിരിക്കാൻ എടുത്തു വെച്ചതാണ്. ഫസ്റ്റ് നമുക്ക് ഇമോലിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആക്കും. ഇനി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാൻ ലാഷീലിൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. SPF 50+ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആയിക്കോളും. ഫേസിലത്തേക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഷെനലിൻ്റെ വാട്ടർ ഫ്രഷ് ടിൻറ്റാണ്. ഒരു നാച്ചുറൽ നോ മേക്കപ്പ് ലുക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് പറ്റിയ സാധനമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ലൈറ്റ് കവറേജാണ് ഇത് തരുന്നത്. కొంచెం ബ്ലഷ് ആകാം. ഇത് റെയർ ബ്യൂട്ടിയുടെ നിയർലി ബെറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു ഡീപ്പ് ബെറി ഷെയ്ഡാണ്. ഇറ്റ് ലുക്സ് സ്റ്റണ്ണിങ് ഓൺ മീഡിയം ടു ഡസ്കി സ്കിൻ. ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ഫോമിലാണ്. ഇറ്റ് ഡസൻ ലുക്ക് പാച്ചി ഓ കേക്കി. ഐസ് ചെയ്യാം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ നതാഷ ഡിനോണ ബീബ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ക്രീസിലും ഐലിഡ്സിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇച്ചിരി സ്പീഡ് കൂട്ടി, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇത് തീരില്ല. കാജൽ ടൈം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെനയുടെ മിഡ് നൈറ്റ് കോൾഡ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് കളറാണ്. ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്. ഇനി സെയിം നതാഷ ഡിനോണ ബീബ പാരലിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ലോവർ ലാഷ് ലൈനിലും അപ്പർ ലാഷ് ലൈനിലും ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട്. ഈ ഒരു ഐഷാഡോ പാലറ്റിൽ ഭയങ്കര ഫൺ കളേഴ്സൊന്നും ഇല്ല. ബ്രൗൺസ്, ന്യൂഡ്, ഗ്രേ, ബ്ലാക്ക്, ഈ ഒരു കളർ ടോണാണ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ അവർഗ്ലാസിൻ്റെ ഫേസ് പാലറ്റ് എടുത്തിട്ട് ഫേസിലൊരു വോംത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലൊരു ബ്രോൺസർ ഷെയ്ഡ് എടുത്ത് ചീക്സിലും ജസ്റ്റ് നോസിലും ഒന്നൊരു നാച്ചുറൽ ഡെഫിനിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇനി പൗഡർ അപ്ലൈ ചെയ്യണം. ഞാൻ T സോണിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനൊരു സ്പൂലി ബ്രഷ് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നാച്ചുറൽ ബ്രോ ഷേപ്പ് അറിയാൻ പറ്റും. എന്നിട്ട് എംപ്റ്റി ഏരിയാസിൽ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം തീർന്നു. ഇനി മസ്കാര ആകാം. അതിന് വേണ്ടിയിട്ട് ഹുഡ ബ്യൂട്ടിയുടെ ലെജിറ്റ് ലാഷസ് ഡബിൾ ഹൺഡ്രഡ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഡ്രമാറ്റിക് ഫോൾസ് ലുക്ക് ലാഷ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേബലിൻ്റെ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. കളബാറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് നെയിം വന്നിട്ട് ഫോപ്ലിയാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ മൗ ടോൺഡ് ഷെയ്ഡാണ്. ഫോമിലി ആണെങ്കിലോ ഭയങ്കര സോഫ്റ്റ് മാറ്റ് ഫോമിലിയാണ്. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് വളയിടാം. അയ്യോ, എല്ലാ കളറും ഉണ്ടല്ലോ, ഒന്നും വിട്ടിട്ടില്ല. കറുപ്പുണ്ട്, വെള്ളയുണ്ട്, ഒരു ഗോൾഡൻ യെല്ലോ കളറും. ഒന്നിനെ ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല, എല്ലാം എടുത്തു. പൊട്ട് തൊട്ടു. എൻ്റെ സ്ഥിരം ഐടെക്സിൻ്റെ കുഞ്ഞു ബ്ലാക്ക് പൊട്ട്. കമ്മൽ ഞാൻ ഇച്ചിരി ഹെവി ആയിട്ടിരിക്കട്ടെ എന്ന് ഓർത്തു. അതുകൊണ്ട് ഒരു വലിയൊരു ജുംക്ക ഇട്ടു. അപ്പോൾ ദേ നമ്മുടെ വിഷു മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാഡാ.